ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് നമ്മുടെ വാട്സാപ്പ്. വാട്സാപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ എങ്ങനെ റെഡിയാക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടി പരിശോധിക്കാം. ഇത് വളരെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അറിയാവുന്ന ആൾക്കാർ ഇത് കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതിനായി വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി അവിടെ നിന്നും വാട്സാപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ വാട്സാപ്പ് കാണിച്ചു തരും. അതായത് വാട്സാപ്പിന്റെ ആപ്ലിക്കേഷനും കാണാം. വാട്സാപ്പ് നമ്മൾ കൊടുക്കുന്നു. താഴെ കാണാം വാട്സാപ്പ് മെസ്സേജിംഗ് എന്നുള്ള സാധനം കാണും. അവിടെ നമുക്ക് വാട്സാപ്പിനെ പറ്റിയുള്ള കുറച്ച് കഥകളൊക്കെ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കഥകളിൽ നിന്ന് ബാക്ക് കൊടുത്തു തുടർന്ന് നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. അപ്പം വാട്സാപ്പിന്റെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ ഇൻസ്റ്റാൾ ആയി. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ താഴെയായി ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ വാട്സാപ്പിന്റെ ആപ്ലിക്കേഷൻ അവിടെ തന്നെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെന്ന് ചോദിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഇവിടെ താഴെയുള്ള ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വെൽക്കം ടു വാട്സാപ്പ് എന്ന് പറയും കാണിക്കുന്നു. എഗ്രി ആൻഡ് കണ്ടിന്യൂ, അതായത് പ്രൈവസി പോളിസിയൊക്കെ നമ്മൾ വായിച്ച് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ളതിലേക്ക് കൊടുക്കുക. തുടർന്ന് നമ്മുടെ ഫോൺ നമ്പറാണ് അവിടെ കൊടുക്കാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ കോഡ്, അതായത് ഇന്ത്യയിലാണെങ്കിൽ 91 എന്നുള്ളതും തുടർന്ന് നിങ്ങളുടെ ഫോൺ നമ്പരും അവിടെ ടൈപ്പ് ചെയ്യുക. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞ് ഇവിടെയായുള്ള ആ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കുക. വാട്സാപ്പ് അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ചോദിക്കുന്നു. തുടർന്ന് അവർ നമുക്കൊരു കോഡ് ഇപ്പോൾ അയച്ചു തരുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഫോണിലേക്ക് നമുക്കൊരു കോഡ് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കോഡ് ഇവിടെ സേവ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ OTP വന്ന് നമ്മൾ കോഡ് കൊടുത്തു. വെരിഫിക്കേഷൻ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു. നമ്മളിവിടെ നിന്ന് കോൺടാക്ട്സ് ആൻഡ് മീഡിയ എന്നുള്ളതിലേക്ക് വന്നു. ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കും. നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു. അലോ വാട്സാപ്പ് ആക്സസ് കോൺടാക്ട്സ് ആക്സസ് എന്നുള്ള ഓപ്ഷനാണ്. നമ്മൾ അലോ കൊടുത്തേ പറ്റൂ. അലോ കൊടുക്കുക. തുറന്ന് നമ്മുടെ വാട്സാപ്പിനകത്തുള്ള ഫോട്ടോസും ബാക്കി സാധനങ്ങളുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെന്നി കൊടുക്കാം. പക്ഷേ നാളെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ അലോ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് അലോ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ ഇതിലേക്ക് വന്നു. നിങ്ങളുടെ പ്രൊഫൈൽ ഇൻഫർമേഷനും ബാക്കി സാധനങ്ങൾ വന്നു. നിങ്ങൾക്കിവിടെ പ്രൊഫൈൽ നെയിം നിങ്ങൾക്കിവിടെ കൊടുക്കാം. ഇവിടെ നമുക്കൊരു പ്രൊഫൈൽ നെയിം എന്നുള്ള സ്ഥലത്ത് നമുക്കൊരു നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു പേര് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പേരോട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മൾ വീണ്ടും നമുക്കിവിടെ പ്രൊഫൈൽ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഗാലറിയെന്നോ ക്യാമറയെന്നോ അവതാറെന്നോ എടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഈ രീതിയിൽ വച്ച് തൽക്കാലം കൊടുക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് പ്രൊഫൈൽ ഫോട്ടോയും ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിനകത്ത് ചെയ്യുവാൻ സാധിക്കും. തുടർന്ന് ഞാനിവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു പാസ് കീ, അതായത് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂസർ നെയിം പാസ്വേഡും അല്ല കൊടുത്ത് നിങ്ങൾക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യമാണ്. തുടക്കക്കാരൻ നിലയ്ക്ക് നമുക്കത് പിന്നീട് ചെയ്യാം. തൽക്കാലം നമ്മളത് സ്കിപ്പ് കൊടുക്കുന്നു. സ്കിപ്പ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് ചാറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോൺടാക്ട്സിലുള്ള ആൾക്കാരെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. തുടർന്ന് നമുക്കിവിടെ അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിലുള്ള പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ, അതായത് നമ്മുടെ പുതുതായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇതിനകത്ത് നമുക്ക് ചാനൽസ് എന്നുള്ള ഓപ്ഷനിൽ കുറേ അധികം ചാനൽസ് കാണാൻ സാധിക്കും. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആ ചാനൽ ഓപ്പൺ ചെയ്ത് നമുക്കതിനകത്ത് അവരെ അതിൻ്റെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫോളോ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ നോൺ കാർസ്, അപ്പോൾ അവരുടെ മെസ്സേജിലും നോട്ടിഫിക്കേഷനായി നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചാനലിൽ കയറി നോക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാരെയൊക്കെ ഇതിൽ നിന്നും ചാറ്റ് ചെയ്യുന്നതിന് സാധിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് വാട്സാപ്പിൻ്റെ പ്രൊഫൈലിലേക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ഫോണിലേക്ക് നമ്മൾ എടുത്തല്ലോ. അപ്പോൾ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ വളരെ ഈസിയായി നിങ്ങൾക്ക് വാട്സാപ്പ് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുവഴി നമുക്കൊരു മെസ്സേജ് അയക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവരിവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻഡ് മെസ്സേജ്, നമുക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് ആ ആൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ അത് ചെയ്യാം. പുതിയ കോൺടാക്ട്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പുതിയ കമ്മ്യൂണിറ്റി വേണമെങ്കിൽ അത് ചെയ്യാം. ഇങ്ങനെ പല പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ സ്വന്തം നമ്പറിനെ സേവ് ചെയ്ത് മുകളിലേക്ക് വയ്ക്കാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. അതായത് നമ്മുടെ നമ്പറിലേക്ക് തന്നെ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അതിനകത്ത് തന്നെ സേവ് ചെയ്തിട്ടേക്കാം. അപ്പം നമ്മൾ ആ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എടുത്ത് ഏറ്റവും മുകളിലേക്ക് പിൻ ചെയ്ത് വയ്ക്കുക. പിൻ ചെയ്ത് വെച്ചാലുള്ള ഗുണം എല്ലാ സമയത്തും അത് മുകളിൽ തന്നെ ഉണ്ടാവും. അതിൽ നിന്നും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിൽ സേവ് ചെയ്തിട്ടിട്ട് പിന്നീട് പെട്ടെന്ന് നോക്കുന്നതിനായി അത് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. വാട്സാപ്പ് വളരെ ഈസിയായി ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.